പ്രാർത്ഥിക്കാം. ഞങ്ങളെ കുടുംബമായി സൃഷ്ടിച്ച നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കുടുംബ ഞായറായി ഞങ്ങളിന്ന് നിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളെ കുടുംബമായി ജീവിക്കുവാൻ ഈ ലോകത്തിലേക്ക് അവിടുന്ന് അയച്ചിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഓരോ റോളുകൾ നീ അവിടുന്ന് നൽകിയിരിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. അതിനെ കർത്താവെ ശരിയായ വിധം കൈകാര്യം ചെയ്തു ഒന്ന് ശോധന ചെയ്യുവാനും കർത്താവെ, നീ നൽകിയ കുടുംബജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുവാനും നീ ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. അല്പസമയം നാഥ, നിൻ്റെ സന്നിധിയിൽ നിൻ്റെ വചനവുമായി അടിയങ്ങളിരിക്കുമ്പോൾ നിൻ്റെ കൃപയാൽ അടിയങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏഴെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. നിൻ്റെ സ്വർഗീയ വചനത്താൽ അടിയനെ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന CY തോമസ് അച്ഛൻ, അതുപോലെ തന്നെ ഏറ്റവും സീനിയർ വൈദികനായിരിക്കുന്ന TO ഉമ്മനച്ചൻ, ഈ ഇടവകയുടെ ചർച്ച് വാർഡൻസ്, സെക്രട്ടറി, കമ്മിറ്റി മെമ്പേഴ്സ്, വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ. അതുപോലെ തന്നെ ഇന്ന് കുടുംബ ഞായറായി നിങ്ങൾ ആഘോഷിക്കുമ്പോൾ അല്പസമയം തിരുവചനം ധ്യാനിക്കുന്നതിനായി എന്നെ ക്ഷണിച്ച ബഹുമാനമുള്ള അച്ഛനോടും കമ്മിറ്റിക്കാരോടും എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിച്ചു കൊള്ളട്ടെ. ഏറ്റവും പാരമ്പര്യമുള്ള ഈ ദേവാലയത്തിൽ നിന്ന് അല്പസമയം സംസാരിക്കുവാൻ ദൈവം എനിക്ക് അവസരം ഓർക്കുകയും അതുപോലെ തന്നെ എന്നെ ഒരു സഹോദരിയെപ്പോലെ കാണുന്ന CY തോമസ് അച്ഛനും കൊച്ചമ്മയും, അതുപോലെ തന്നെ TO ഉമ്മന അച്ഛനോടും ഒപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ ലഭിച്ചത് വളരെ ഭാഗ്യമായി ഞാൻ കാണുന്നു. എൻ്റെ സഭ, എൻ്റെ ഹസ്ബൻഡ് അച്ഛൻ്റെ സഭ പള്ളം ഇടവകയാകുന്നു. അവിടെ ഞങ്ങളുടെ വിവാഹം നടത്തിയത് ബഹുമാനമുള്ള TO ഉമ്മനച്ചൻ അവിടെ ഇരിക്കുമ്പോഴാകുന്നു. അതുപോലെ ഞങ്ങളുടെ മൂത്ത മകൻ്റെ ബാപ്റ്റിസവും അച്ഛൻ്റെ സമയത്താണ് അവിടെ നടക്കുവാനിടയായത്. അപ്പോൾ അങ്ങനെ എല്ലാ വിധത്തിലും, അതുപോലെ എനിക്ക് പരിചയമുള്ള ചില ആളുകൾ ഈ പള്ളിയിലുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ഇന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിന് ദൈവത്തിന് വലിയ നന്ദി ഞാൻ അർപ്പിക്കുന്നു. അമേരിക്കയുടെ പ്രഥമ വനിതയായിരുന്ന ബാർബറ ബുഷ് ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി: USA പ്രധാന സംഭവങ്ങൾ വൈറ്റ് ഹൗസിലല്ല, ഈ രാജ്യത്തിലെ കുടുംബങ്ങളിലാണ് നടക്കുന്നതെന്ന്. വളരെ അർത്ഥവത്തായ ഒരു പ്രസ്താവനയാണ്. നമ്മുടെ ഭവനങ്ങൾ നിരവധി സംഭവങ്ങൾക്ക് വേദിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. ഉത്തമന്മാരായ പൗരന്മാരെ വാർത്തെടുക്കുന്ന മൂശയാണ് ഓരോ കുടുംബവും. കുടുംബം കൂടാതെ സമൂഹമോ രാഷ്ട്രമോ രൂപം കൊള്ളുന്നില്ല. കുടുംബത്തിൽ നന്നായി വളരുമ്പോൾ സമൂഹവും രാഷ്ട്രവുമെല്ലാം ശരിയായി വളർച്ച പ്രാപിക്കുന്നു. കുടുംബങ്ങൾ തകരുമ്പോൾ സമൂഹവും രാഷ്ട്രവും തളരുന്നു. ആയതിനാൽ സമൂഹത്തിലും രാഷ്ട്രത്തിലും കുടുംബത്തിൻ്റെ സ്ഥാനം വളരെ വിലപ്പെട്ടതാണ്. കെട്ടുറപ്പുള്ള കുടുംബത്തിൽ നിന്ന് മാത്രമേ ശ്രേഷ്ഠമായ ഒരു തലമുറ ഉരുത്തിരിയുകയുള്ളൂ. ഇന്ന് കുടുംബ ഞായറായി നാം ആഘോഷിക്കുമ്പോൾ ഇത്രത്തോളം ജീവിക്കുവാൻ ദൈവം നൽകിയ കൃപയെ നാം ഓർക്കുകയും അതിന് നന്ദി കരേറ്റുകയും അതോടൊപ്പം നമ്മളുടെ കുടുംബ ജീവിതം
ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലാണോ എന്ന് ശോധന ചെയ്യുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഇന്ന് കുടുംബ ഞായറായി ആഘോഷിക്കുമ്പോൾ എൻ്റെ എല്ലാവിധമായ ആശംസകളെയും അർപ്പിച്ചുകൊള്ളട്ടെ. ഒരിക്കൽ ഒരു രാജാവ് പ്രസിദ്ധനായ ഒരു ചിത്രകാരനോട് ഏറ്റവും സുന്ദരമായ ഒരു ചിത്രം വരയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. ആ ചിത്രകാരൻ രാജകൽപ്പന മാനിച്ച് ലോകത്തിലേക്കും സുന്ദരമായ വസ്തു അന്വേഷിച്ച് യാത്രയായി. അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ അദ്ദേഹം ഒരു സുന്ദരിയായ ചെറുപ്പക്കാരിയായ സ്ത്രീയെ കണ്ടെത്തി. അവളോട് അദ്ദേഹം ചോദിച്ചു, ഏറ്റവും സുന്ദരമായ വസ്തു എന്താണ്? അവൾ പറഞ്ഞു, സ്നേഹമാണ് ഏറ്റവും സുന്ദരമായ വസ്തു. ആ മറുപടിയിൽ ചിത്രകാരൻ സംപ്രീതനായില്ല. അദ്ദേഹം വീണ്ടും ഏറ്റവും സുന്ദരമായ വസ്തു അന്വേഷിച്ച് യാത്രയാകുന്നു. ആ യാത്രയിൽ അദ്ദേഹം പിന്നീട് കാണുന്നത് ഒരു മഹർഷിയാണ്. മഹർഷിയോടും ചോദിച്ചു, ഏറ്റവും സുന്ദരമായ വസ്തു എന്താണ്? മഹർഷി തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറഞ്ഞു, വിശ്വാസമാണ് ഏറ്റവും സുന്ദരമായ വസ്തു. അവിടെയും ചിത്രകാരന് സംതൃപ്തി ഉണ്ടായില്ല. അദ്ദേഹം പിന്നെയും തൻ്റെ യാത്ര തുടർന്നു, അന്വേഷണം തുടർന്നു. പിന്നീട് അദ്ദേഹം ഒരു പട്ടാളക്കാരനെ കാണുവാനായി ഇടയായിത്തീർന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ലോകത്തിലേക്കും സുന്ദരമായ വസ്തു എന്താണ്? അദ്ദേഹം പറഞ്ഞു, സമാധാനമാണ് ലോകത്തിലേക്കും സുന്ദരമായ വസ്തു. എന്നാൽ ഈ മറുപടികളൊന്നും ചിത്രകാരനെ ചിത്രം വരയ്ക്കുവാൻ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നതായി മാറിയില്ല. നിരാശനായി പകൽ മുഴുവൻ യാത്ര ചെയ്ത് അന്വേഷണത്തിലായിരുന്ന ആ മനുഷ്യൻ തളർന്ന് അവശനായി വീട്ടിലേക്ക് എത്തിച്ചേർന്നു. പിതാവ് കൃത്യസമയത്ത് വീട്ടിലേക്ക് മടങ്ങിയെത്തിയെന്ന് കണ്ട് സന്തോഷത്താൽ ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ. ആ സമയത്ത് തൻ്റെ ഭർത്താവ് വളരെ ക്ഷീണിതനായി എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് കണ്ട് ഭർത്താവിനെ സ്വീകരിക്കുവാൻ ഓടിയെത്തുന്ന ഭാര്യ. ആ അവസരത്തിൽ ആ ചിത്രം മനസ്സിലേക്ക് വരുന്ന, ആ ചിത്രം മനസ്സിലുറച്ച ആ ചിത്രകാരൻ സംതൃപ്തനായി ആത്മഗതം ചെയ്തു എന്ന് വായിക്കുന്നു. എൻ്റെ മക്കൾ എന്നിലെത്ര വിശ്വാസമുള്ളവർ, എൻ്റെ ഭാര്യ എത്ര സ്നേഹവതി. സ്നേഹവും വിശ്വാസവും ഒത്തുചേർന്ന എൻ്റെ ഭവനത്തിൽ എത്ര സമാധാനം. പിന്നെ അദ്ദേഹം ഒട്ടും സമയം കളയാതെ ലോകത്തിലേക്കും സുന്ദരമായ വസ്തു തൻ്റെ ക്യാൻവാസിൽ പകർത്തി. കുടുംബ ബന്ധം ഏറ്റവും വലിയ ഒരു ബന്ധമാണ്. മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തിൽ ജീവിച്ച ഒരു കുടുംബമാണ് യേശുവിൻ്റെ കുടുംബം. ഇന്ന് അല്പസമയത്തിനെ ധ്യാനത്തിനായി മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കാം. മത്തായി 1:19. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. വളരെ മനോഹരമായ ഒരു കുടുംബത്തിൻ്റെ ചിത്രം ആരംഭിക്കുന്ന ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. യേശുവിൻ്റെ കുടുംബം. തിരുവചനം ആദിയോടന്തം നാം പഠിക്കുമ്പോൾ അനേകം കുടുംബങ്ങളെ തിരുവചനത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ അതിലേറ്റവും മനോഹരമായ, ഏറ്റവും നല്ല ഒരു കുടുംബം നമുക്ക് യേശുവിൻ്റെ കുടുംബമായി കാണുവാൻ സാധിക്കും.
നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ആവശ്യമായ ചില ഘടകങ്ങളുണ്ട്, ചില വ്യക്തികളുണ്ട്. ഒരു കുടുംബത്തിൽ ഒരപ്പനും അമ്മയും മക്കളും എല്ലാവരും അടങ്ങുന്നതാണ് ഒരു കുടുംബം എന്ന് നാം അർത്ഥമാക്കുന്നത്. കുടുംബജീവിതത്തിലെ ആണിക്കല്ലുകൾക്ക് ചില പ്രത്യേകതകളും ഉണ്ടായിരിക്കും. ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗം ഒരു കുടുംബത്തിലെ നാഥൻ, അപ്പനെയാണ് വരച്ച് കാണിച്ചിരിക്കുന്നത്. കുടുംബത്തിൻ്റെ ഹെഡായിരിക്കുന്ന അപ്പന്മാർക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ചില ഗുണഗണങ്ങളാണ് ഈ വാക്യത്തിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നത്. ജോസഫ് എന്ന അപ്പനെ നാം ഇവിടെ കാണുന്നു. അതിൽ കൂടി ചില ഫാദേഴ്സ് ഫാക്ടേഴ്സ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ജോസഫിനെ കുറിച്ച് നാം വായിച്ചത് അവൻ നീതിമാനായിരുന്നു. ഹീ ഈസ് എ റൈച്ചസ് മാൻ. നീതിമാനായ മനുഷ്യൻ ജോസഫ്. തൻ്റെ ഭാര്യയോട് നീതി കാണിച്ച മനുഷ്യനെയാണ് നാം കാണുന്നത്. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞതുപോലെ ആയിരുന്നു. അങ്ങനെയുള്ള കാലയളവിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടി ഗർഭവതിയാണെന്ന് അറിയുന്ന ജോസഫ്, ഇന്ന് ആണെങ്കിൽ പോലും ഇങ്ങനെയൊരു വാർത്ത നാം അറിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജോസഫിനെ സംബന്ധിച്ച് ഇങ്ങനെയൊരു വാർത്തയറിഞ്ഞാൽ എങ്ങനെ അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ ജോസഫ് അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ആലോചിച്ചു. എങ്ങനെയാണ് ജോസഫ് മറിയയെ ഉപേക്ഷിക്കുവാനായി തീരുമാനിച്ചത്? ആ വാക്യമാണ് നാം കേട്ടത്. ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. നാം പറഞ്ഞു, നീതിമാനായ ഒരു ഭർത്താവായിരുന്നു ജോസഫ് എന്ന്. നീതിമാനായ ഭർത്താവാണെങ്കിൽ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചപ്പോൾ എങ്ങനെയാണ് പിന്നെ ജോസഫ് നീതിമാനായി മാറിയത്? തൻ്റെ ഭാര്യയാകാൻ പോകുന്ന ആ പെൺകുട്ടിക്ക് താൻ ഉപേക്ഷിക്കുകയാണെങ്കിലും യാതൊരു വിധത്തിലുമുള്ള ലോക അപവാദവും അവൾക്ക് ഉണ്ടാകുവാൻ പാടില്ല എന്ന് ജോസഫ് കരുതി. എത്രമാത്രം നീതിയുള്ള ഒരു പുരുഷനായിരുന്നു ജോസഫ്! എത്രമാത്രം മുൻപോട്ട് ചിന്തിക്കുവാൻ കഴിവുള്ള, ശേഷിയുള്ള ഒരു പുരുഷനായിരുന്നു ജോസഫ്! താൻ കാരണം യാതൊരു വിധത്തിലുമുള്ള ലോക അപവാദവും മാനക്കേടും നാണക്കേടും ആ പെൺകുട്ടിക്ക് ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി. ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബജീവിതത്തിലേക്ക് നാം ഒന്ന് ശ്രദ്ധ വച്ചാൽ എത്രമാത്രം നീതിയോടുകൂടി പരസ്പരം ഇടപെടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും എത്രമാത്രം നീതി പുലർത്തുവാൻ സാധിക്കുന്നു. പലപ്പോഴും കുടുംബജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്. കുടുംബജീവിതത്തിൻ്റെ അടിത്തറയാകുന്ന സ്നേഹം, കരുതൽ, മ്യൂച്വൽ റെസ്പെക്റ്റ്, കമ്മിറ്റ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ കുടുംബജീവിതത്തിൽ പരസ്പരം ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ പരസ്പരം ആഗ്രഹിക്കുന്ന ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ പരസ്പരം നൽകുവാൻ എത്രമാത്രം നമ്മെക്കൊണ്ട് സാധിക്കുന്നുണ്ട്? ഫിസിക്കൽ സെക്യൂരിറ്റിയെ പോലെ തന്നെ ഒരു ഇമോഷണൽ സെക്യൂരിറ്റിയും മനുഷ്യർക്ക് ആവശ്യമാണ്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്. ഇവിടെ ഒരു ഇമോഷണൽ സെക്യൂരിറ്റിയും
ഫിസിക്കൽ മാത്രമല്ല ഇമോഷണൽ സെക്യൂരിറ്റിയും ജോസഫ് നൽകുന്നതായി കാണുവാൻ സാധിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നാം അതിനെ എങ്ങനെയാണ് അതിനോട് ഇടപെടുന്നത്? ഭാര്യയും ഭർത്താവിൻ്റെയും ജീവിതത്തിൽ മാത്രം ഒതുങ്ങി തീരുന്നുണ്ടോ ഈ കാര്യങ്ങൾ? നമ്മളുടെ കുടുംബത്തിലെ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റുള്ളവരിലേക്ക് പടരുന്നുണ്ടോ? നീതിയോടുകൂടി പ്രവർത്തിക്കുവാൻ എത്രമാത്രം സാധിക്കുന്നുണ്ട്? ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഭാര്യയോട് നീതിയോടെ ഇടപെടുന്ന ഒരു പുരുഷൻ, അല്ലെങ്കിൽ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീയോട് നീതിയോടുകൂടി ഇടപെടുന്ന ഒരു പുരുഷനെ കാണുവാൻ സാധിക്കുന്നു. നമ്മുടെയൊക്കെയും കുടുംബജീവിതത്തിൽ ഇന്ന് കുടുംബ ഞായറായി നാം ആഘോഷിക്കുമ്പോൾ നാം ശോധന ചെയ്യേണ്ടുന്നത്, ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവിതം 50 വർഷമായിരിക്കാം, 60 വർഷമായിരിക്കാം, 40 ആയിരിക്കാം, 20 ആയിരിക്കാം, 1 വർഷവുമായിരിക്കാം. എന്നാൽ നമ്മുടെ റോൾ ഭംഗിയായി ചെയ്യുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഭർത്താവെന്ന നിലയിൽ നീതിയോടുകൂടി തൻ്റെ ഭാര്യയോട് ഇടപെടുവാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ ഭാര്യ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള കെയറിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ യാതൊന്നിനും ബുദ്ധിമുട്ടില്ലായിരിക്കാം. എല്ലാ കാര്യങ്ങളും, ജീവിക്കുവാൻ ആവശ്യമുള്ള കാര്യങ്ങൾ, ഭൗതികമായ മെറ്റീരിയൽസ് എല്ലാം തന്നെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കാം. എന്നാൽ അതിലപ്പുറമായി ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ടുന്നത്, അതിലപ്പുറമായി മാനസികമായി, ഇമോഷണലായി ഒരു ടച്ചിങ് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നീതിമാനായ ഒരു ഭർത്താവായി മാറുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പരസ്പരം എത്രമാത്രം അറിയുവാൻ, എൻ്റെ ഭാര്യ എന്ത് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്ന് അറിയുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നറിയുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? എൻ്റെ ഭാര്യയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന കുറേ ആളുകൾക്കറിയാമായിരിക്കാം. എന്നാൽ പരസ്പരം അറിയുക എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും അറിയുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായി മാറുക. എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നിരാശ എന്താണ്? അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വേദന എന്താണ് എന്ന് അറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നീതിമാനായ ഭർത്താവായി മാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ നാം കണ്ടത് നീതിമാനായ ജോസഫിനെയാകുന്നു. എന്നാൽ രണ്ടാമതായി നമുക്കൊരു പിതാവിനെ അവിടെ കാണുവാൻ സാധിക്കുന്നു. സംരക്ഷകനായ ഒരു പിതാവ്, തൻ്റെ കുഞ്ഞിനോട് നീതി കാണിക്കുന്ന ഒരു പിതാവിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അവനെ സംരക്ഷിക്കുന്ന ഒരു പിതാവ്. ലോകപ്രകാരം തനിക്ക് ജനിച്ച പൈതലല്ല യേശു കുഞ്ഞെങ്കിലും അവൻ്റെ ജീവന് അപകടമുണ്ടായി എന്ന് മനസ്സിലാകുമ്പോൾ ജോസഫ് ആ കുഞ്ഞുമായി മിസ്രൈമിലേക്ക് യാത്ര തിരിക്കുന്നു. നിങ്ങൾ പലരും ഇസ്രായേലിൽ പോയിട്ടുള്ളവരായിരിക്കും. ഇസ്രായേലിൽ പോകുമ്പോൾ നാം അവിടെ നിന്ന് മിസ്രൈമിലേക്ക് അല്ലെങ്കിൽ ഈജിപ്തിലേക്ക് പോകാറുണ്ട്. ഇന്നും നാം അങ്ങനെ പോകുമ്പോൾ, ബസ്സിൽ നിന്നാണ് അവിടെ നിന്നുള്ള യാത്ര, അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ബസ്സിൽ മുൻപിൽ 2 പോലീസുകാർ തോക്കുമായി കയറും. എന്തിനാണ്? ഇന്നും ആ മരുഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ കൊള്ളക്കാർ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി കവർച്ചകൾ നടത്താറുണ്ട്. അങ്ങനെയാണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ അപ്രകാരമാണെങ്കിൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ എപ്രകാരമായിരുന്നിരിക്കണം ആ സ്ഥലങ്ങൾ? അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ, അങ്ങനെയുള്ള ആ അവസ്ഥയിൽ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി എത്രമാത്രം പ്രയാസകരമായ സിറ്റുവേഷൻ ആയിരുന്നാലും
അതിൽ കൂടി കടന്നു പോകുന്ന ഒരു പിതാവിനെ കാണുവാനായി നമുക്ക് സാധിക്കുന്നു. സംരക്ഷകനായി മാറുന്ന ജോസഫ്. ഒരു പിതാവിനെ സംബന്ധിച്ച് നീതിമാൻ മാത്രമല്ല, സംരക്ഷകനുമായി മാറുന്ന ഒരു ജോസഫിനെ കാണുവാൻ നമുക്ക് ഇവിടെ സാധിക്കുന്നു. നമുക്കറിയാം, പല പിതാക്കന്മാരെയും തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. ഇസഹാക്കിനെയും റിബേക്കയെയും നാം തിരുവചനത്തിൽ കാണുന്നു. എപ്രകാരമുള്ള പിതാവായിരുന്നു, മാതാവായിരുന്നു അവർ. അവരുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ വളരെ ഭംഗിയായി, വളരെ നല്ല രീതിയിൽ ജീവിതം കാഴ്ചവെച്ച രണ്ട് വ്യക്തികളായിരുന്നു ഇസഹാക്കും റിബേക്കയും. എന്നാൽ തങ്ങളുടെ മക്കൾ പരസ്പരം അടിച്ചു പിരിയുന്നതിന് കാരണക്കാരായി മാറുന്ന മാതാപിതാക്കളായി മാറ്റപ്പെടുന്നു പിന്നീടവർ. പാഷ്വാലിറ്റി കടന്നു വരുമ്പോൾ, പിതാവിന് തൻ്റെ മൂത്ത മകനോട് സ്നേഹം കാണിക്കുമ്പോൾ, മാതാവ് തൻ്റെ ഇളയ മകനോട് സ്നേഹക്കൂടുതൽ കാരണം ചതി ചെയ്യുവാൻ തൻ്റെ മകനെ പ്രേരിപ്പിക്കുന്ന മാതാവിനെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. മാതാപിതാക്കൾ നീതിയുള്ളവരായി മാറുമ്പോൾ കുടുംബം ഐശ്വര്യപൂർണമായി തീരുന്നു. മാതാപിതാക്കൾ സംരക്ഷകരായി മാറുമ്പോൾ കുടുംബം സമാധാനം നിറഞ്ഞതായി മാറുന്നു. ഇവിടെ യേശുക്കുഞ്ഞുവിൻ്റെ സംരക്ഷകനായി മാറ്റപ്പെടുന്ന ഒരു പിതാവ്. നമ്മളുടെ നിത്യജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നാം ആലോചിച്ചു നോക്കണം, എപ്രകാരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കടന്നു പോകുന്നത്. നമ്മളുടെ മക്കൾക്ക് നമ്മൾ ആരാണ്? എത്രമാത്രം പരസ്പരം മനസ്സിലാക്കുവാൻ മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ അപ്പനും മക്കളും തമ്മിൽ എത്രമാത്രം മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്? എൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ എന്താണ്, അവൻ്റെ മനസ്സെന്താണ്, അവളുടെ മനസ്സെന്താണെന്ന് എത്രമാത്രം മനസ്സിലാക്കുവാൻ, സംരക്ഷകരായി മാറുവാൻ, ട്രസ്റ്റ് വർത്തിയായി മാറുവാൻ നമ്മെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷത്തിൽ ഒരപ്പനെയും രണ്ട് മക്കളെയും വ്യക്തമായി വരച്ച് കാണിക്കുന്നുണ്ട്. അവിടെ ധൂർത്തപുത്രൻ എന്ന് എഴുതിയിട്ടില്ലെങ്കിലും നാം കൊടുക്കുന്ന ഒരു പേരുണ്ട്, ധൂർത്തപുത്രനും ധൂർത്തപുത്രൻ്റെ പിതാവും. അവിടെ ഒരു പിതാവിനെ കാണുവാൻ സാധിക്കുന്നു. മകൻ ആവശ്യമായ അല്ലെങ്കിൽ വീതമൊക്കെ ചോദിച്ചു പോകുമ്പോൾ യാതൊരു വിധത്തിലുമുള്ള തടസ്സങ്ങളും പറയാതെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ആ അപ്പൻ മകൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ കൊടുത്ത് വിടുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ഈ മകൻ മടങ്ങി വരുമ്പോൾ അകത്തായിരുന്ന പിതാവ് എങ്ങനെയാണ് ഈ മകനെ കാണുന്നത്? ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഓരോ ദിവസവും ഈ അപ്പൻ തൻ്റെ മകനെയും കാത്ത് ഇരിക്കുന്നുണ്ടായിരുന്നിരിക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ജീവിത അനുഭവത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് കേസിലുമൊക്കെ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. അങ്ങനെ മാസങ്ങളോളം ഒളിവിൽ താമസിച്ചതിന് ശേഷം ഒരു ദിവസം അദ്ദേഹം ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു. മുൻവശത്തെ വാതിലിൽ കൂടി അദ്ദേഹത്തിന് കയറുവാൻ സാധ്യമല്ല, പിതാവ് സമ്മതിക്കില്ല. അപ്പോൾ അടുക്കള ഭാഗത്തുകൂടി അദ്ദേഹം തൻ്റെ ഭവനത്തിലേക്ക് കയറുമ്പോൾ മുനിഞ്ഞു കത്തുന്ന വിളക്കിൻ്റെ ചുവട്ടിൽ ഒരു പാത്രം ചോറും വിളമ്പി വെച്ച് ഉറക്കമിളച്ചിരിക്കുന്ന അമ്മയെ കണ്ടു. വിശപ്പ് കൊണ്ട് ആ ഭക്ഷണം വാരിക്കഴിച്ച അദ്ദേഹം അതിനുശേഷം തൻ്റെ അമ്മ എല്ലാ ദിവസവും ഇതുപോലെ ഈ മകനെ ഓർത്ത് നോക്കി ഇരിക്കാറുണ്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ചുടുകണ്ണുനീർ വന്നുവെന്ന് എഴുതിയിട്ടത് വായിച്ചിട്ടുണ്ട്. തൻ്റെ മക്കളെ നോക്കിയിരിക്കുന്ന ഒരപ്പൻ്റെ ഹൃദയം, ഒരമ്മയുടെ ഹൃദയം. ഇവിടെ ഈ പിതാവ്, ധൂർത്തപുത്രൻ്റെ പിതാവ്, അതുകൊണ്ടായിരിക്കാം തൻ്റെ മകൻ ദൂരത്ത് നിന്ന് തന്നെ വരുന്നത് കണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്ന് അവനെ സ്വീകരിക്കുന്നു. എത്രമാത്രം ഉദാത്തമായ സംരക്ഷകനായ ഒരു പിതാവിനെയാണ് നാം അവിടെ കാണുന്നത്. നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകൻ തിരികെ വന്നപ്പോൾ സംരക്ഷിക്കുന്ന ഒരു പിതാവ്.
മാതാപിതാക്കളായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചിലതൊക്കെയുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളൊരു പിതാവായി മാറുവാൻ, മാതാവായി മാറുവാൻ നമ്മെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? സംരക്ഷകരായി മാറുവാൻ നമ്മെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? എത്രമാത്രം ബന്ധം നാമും നമ്മളുടെ മക്കളും തമ്മിലുണ്ട്. പേരിലുള്ള ബന്ധത്തിലപ്പുറമായി മാനസികമായ അടുപ്പം എത്രമാത്രം നമുക്ക് നമ്മളുടെ മക്കളുമായുണ്ട്. സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മളുടെ മക്കളോട് നാം ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ എത്രമാത്രം എന്തൊക്കെ കാര്യങ്ങൾ അവർ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്ന് അറിയുവാനായി സാധിക്കും. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മളുടെ മക്കളുമായി നമുക്ക് ചെയ്യുവാൻ സാധിക്കാറുണ്ടോ? സംരക്ഷകനായ ഒരപ്പനായി മാറുമ്പോൾ ഭൗതികമായ കാര്യങ്ങൾ നൽകുന്നതിനപ്പുറമായി എൻ്റെ അപ്പൻ്റെ അടുത്ത് ഏത് പ്രശ്നവും എനിക്ക് തുറന്നു പറയാം എന്നുള്ള ഒരവസ്ഥയുണ്ടാകും. ഏതെല്ലാം പ്രശ്നങ്ങളിൽ കൂടി, പ്രയാസങ്ങളിൽ കൂടി നമ്മളുടെ മക്കൾ കടന്നുപോയാലും അവിടെയെല്ലാം എൻ്റെ അപ്പനോട്, എൻ്റെ അമ്മയോട് ഞാൻ ഓപ്പണായി സംസാരിക്കുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളിൽ അവർ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മുടെ എത്ര മക്കൾക്കുണ്ട്? ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും മക്കൾക്ക് അതുണ്ടായിരിക്കാം. മക്കളെന്ന് പറയുമ്പോൾ ശൈശവത്തിലുള്ളവരോ ടീനേജിലുള്ളവരോ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു അപ്പനും അമ്മയ്ക്കും മക്കൾ എത്ര പ്രായമായാലും അവർ മക്കൾ തന്നെയാണ്. സംരക്ഷകരായി മാറുന്ന ഒരപ്പനെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ പിതാവിനുണ്ടായിരുന്ന മറ്റൊരു ഗുണമാണ് അനുസരണമുള്ള ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. ആരോടാണ് ജോസഫ് അനുസരണം കാണിച്ചത്? ദൈവത്തോട് അനുസരണം കാണിക്കുന്ന ഒരു ജോസഫ്. ഒരു കുടുംബത്തിൻ്റെ നാഥന് ചില ഗുണഗണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഗുണഗണങ്ങൾ ആ കുടുംബത്തിലേക്ക് പകർത്തപ്പെടും. നീതിയുള്ള ഒരപ്പനായി മാറുമ്പോൾ ആ നീതി ഭാര്യയിലേക്കും മക്കളിലേക്കും പകർത്തപ്പെടും. സംരക്ഷകനായി ഒരപ്പൻ മാറുമ്പോൾ മറ്റുള്ളവരെ സംരക്ഷിക്കണമെന്നുള്ള ആഗ്രഹം ആ കുടുംബത്തിലുള്ള മറ്റുള്ളവരിലേക്കും പകരപ്പെടും. അനുസരണമുള്ള ജോസഫിനെ നാം കാണുന്നു. ദൈവത്തെ അനുസരിക്കുന്ന ജോസഫ്. എങ്ങനെയാണ് ജോസഫ് ദൈവത്തെ അനുസരിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്? ജോസഫ് ദൈവത്തെ അനുസരിച്ചു എന്ന് മനസ്സിലാകുന്നത് മറിയയെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്ന ജോസഫിനോട് ദൂതൻ അരുളി ചെയ്യുന്നു, അവളെ ചേർത്തുകൊള്ളുക, അവളിൽ യാതൊരു തെറ്റായ കാര്യങ്ങളുമില്ല. പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകുന്ന സ്ത്രീയാകുന്നു ഈ മറിയ എന്ന് തിരിച്ചറിയപ്പെടുമ്പോൾ അത്ര വലിയ ഒരു പ്രശ്നമുള്ള കാര്യമാണെങ്കിൽ പോലും ജോസഫ് മറിയയെ ചേർത്തുകൊള്ളുന്നു. ദൈവത്തെ അനുസരിക്കുന്ന പിതാക്കന്മാരുള്ള ഭവനം അനുഗ്രഹിക്കപ്പെടും. നാം ഒന്ന് ആലോചിച്ചു നോക്കുക, ഒരു പിതാവെന്ന നിലയിൽ നമ്മുടെ സ്ഥാനം, നമ്മുടെ രീതികൾ എപ്രകാരമാണ്, നമ്മുടെ പ്രവൃത്തികൾ എപ്രകാരമാണ്? ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു പിതാവായി മാറുവാൻ നമ്മെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഒരു തൂവൽ സ്പർശമായി ഏത് പ്രശ്നങ്ങൾ വന്നാലും പിതാവൻ കൂടെയുണ്ട് എന്ന ബോധ്യം നമ്മുടെ കുടുംബ അംഗങ്ങൾക്ക് ഉണ്ടോ? ഒരു കുടുംബം എന്ന് പറയുമ്പോൾ പിതാവ് മാത്രമല്ല, അവിടെ ഒരു മാതാവും കൂടെയുണ്ട്, ഒരമ്മ മറിയ. മറിയ എങ്ങനെയുള്ള അമ്മയായിരുന്നു? പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായ അമ്മ മറിയ. മറിയയ്ക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിരുന്നു എന്ന് നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കുവാൻ നമുക്ക് അധികം കാര്യങ്ങളൊന്നും വേണ്ട, അവളുടെ തീരുമാനം പരിശോധിച്ചാൽ മതി. അന്നത്തെ കാലഘട്ടത്തിൽ വിവാഹിതയാകുക എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു 13 വയസ്സുകളിൽ അന്ന് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയച്ചിരുന്നു. അപ്പോൾ ആ ഏകദേശം പ്രായം മാത്രമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു മറിയ. ഇന്ന് നമുക്കറിയാം നമ്മളുടെ വീട്ടിലെ 13 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എപ്രകാരമാണെന്ന്. നാം അവരെ ഓമനിച്ച് താലോലിച്ച് വളർത്തുമ്പോൾ
വലിയ തീരുമാനങ്ങൾ എടുക്കുവാൻ ശേഷിയുള്ളവരായി നാം അവരെ കാണാറുണ്ടോ? എന്നാൽ ആ മറിയയോട്, ആ പ്രായത്തിലുള്ള മറിയയോട് ദൂതൻ പറയുകയാണ്, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകാൻ പോകുകയാണ്. ആ അരുളപ്പാട് കേട്ടപ്പോൾ മറിയ പറഞ്ഞോ, ഒന്ന് നിൽക്കണേ, ഞാൻ വീട്ടിൽ പോയി ഒന്ന് ആലോചിച്ചിട്ട് വരാമെന്ന്. എൻ്റെ അപ്പനോടോ അമ്മയോടോ ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയാമെന്ന് മറിയ പറഞ്ഞോ? ഇല്ല. മറിയയ്ക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ്, പുരുഷനെ അറിയായികയാൽ ഞാൻ എങ്ങനെയാണ് ഗർഭവതിയാകുക? അവൾ തൻ്റെ സംശയം തുറന്നു ചോദിച്ചു. തൻ്റെ സംശയം തുറന്നു ചോദിച്ചപ്പോൾ അവൾക്ക് മറുപടി കിട്ടി. ഇത് പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്ന കാര്യമാണ്. ആ മറുപടി കേട്ടപ്പോൾ ആ നിമിഷത്തിൽ തീരുമാനമെടുക്കുവാൻ മറിയയ്ക്ക് സാധിച്ചു. എന്തുകൊണ്ട് മറിയയ്ക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ സാധിച്ചു? മറിയയ്ക്കറിയാം തനിക്ക് ലോകാപവാദം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ ലോകം മുഴുവൻ തന്നെ കല്ലെറിയുമെന്ന് ഉറപ്പായും മറിയയ്ക്കറിയാം. എന്നിട്ടും മറിയ ആ തീരുമാനമെടുത്തുവെങ്കിൽ അവൾ ധൈര്യവതിയായ സ്ത്രീയായിരുന്നു. ആ കാലഘട്ടത്തിൽ അത്രയും ധൈര്യത്തോടുകൂടി ഒരു തീരുമാനമെടുക്കുവാൻ മറിയയ്ക്കു കഴിഞ്ഞു എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവളായിരിക്കണം മറിയ. കാരണം സാധാരണപ്പെട്ട ഒരു തീരുമാനമല്ല അവൾ എടുക്കുന്നത്. രക്ഷകനെ തന്റെ ഉദരത്തിൽ ചുമക്കുക എന്നുള്ള വലിയ തീരുമാനമാണ് മറിയ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ചെറുപ്പം മുതലേ ദൈവഭക്തിയുള്ള, ദൈവത്തിൽ അതിയായ വിശ്വാസമുള്ള ഒരു സ്ത്രീ ആയിരുന്നിരിക്കണം മറിയ. അതുകൊണ്ടാണ് മറിയയ്ക്ക് അത്ര വലിയ ഒരു തീരുമാനമെടുക്കുവാൻ സാധിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള സ്ത്രീകൾ, ഒരു കുടുംബത്തിലെ അമ്മയെന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പറയും അബലയാണ്, ചബലയാണ് സ്ത്രീകളെന്ന്. എന്നാൽ തിരുവചനം നാം പഠിക്കുമ്പോൾ, പല സ്ത്രീകളെക്കുറിച്ചും നാം പഠിക്കുമ്പോൾ അബലയും ചബലയുമായാണോ നാം കാണുന്നത്? ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ധൈര്യമുള്ള അനേക സ്ത്രീരത്നങ്ങളുണ്ട്. മറിയ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള അമ്മമാർ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ആ വീട് ഒരു സ്വർഗമാക്കുവാൻ സാധിക്കില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ധൈര്യവതിയായ മറിയയെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായ മറിയയെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. മാത്രമല്ല, ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തവളായിരുന്നു മറിയ. ദൈവത്തിൻ്റെ ഹിതം ഏറ്റെടുക്കുവാൻ മനസ്സ് കാണിച്ച, തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കൊച്ചു പെൺകുട്ടിയായ 12-13 വയസ്സ് മാത്രം പ്രായമുള്ള മറിയയെ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നാം പല കാര്യങ്ങളും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ. എന്നാൽ ചിലപ്പോഴൊക്കെ ചില തടസ്സങ്ങൾ നേരിടുമ്പോൾ, ചില കാര്യങ്ങൾക്ക് ചില താമസങ്ങൾ വരുമ്പോൾ നമുക്ക് കുടുംബത്തിൽ പറയുവാൻ സാധിക്കുമോ ദൈവഹിതം എന്താണോ അത് നടക്കുമെന്ന്? ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? മറിയയെ സംബന്ധിച്ച് ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു മറിയ. മാത്രമല്ല, മറിയയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം, അവൾ ഭർത്താവിനെ സ്നേഹിച്ചവളായിരുന്നു. കുടുംബത്തിലെ ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ അവളുടെ റോളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ താൻ യേശുവിൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തിയായിട്ടല്ല മറിയയെ കാണുവാൻ സാധിക്കുന്നത്. പിന്നീടും ആ കുടുംബത്തിൽ മക്കളുണ്ടായതായി നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഒരിക്കലും തൻ്റെ ഭർത്താവിൽ നിന്ന് വേറിട്ട് മാറി ഒരു ജീവിതമല്ല മറിയ നയിക്കുന്നതെന്ന് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ ഭർത്താക്കന്മാരെ സ്നേഹിക്കുവാൻ, ഭർത്താക്കന്മാരെ മാത്രമല്ല ഭാര്യമാരെ സ്നേഹിക്കുവാൻ, പരസ്പരം എത്രമാത്രം കരുതൽ നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കൗൺസിലിംഗ് ഒക്കെ പലപ്പോഴും ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളുമായി വരുന്ന ദമ്പതികളെ കാണുവാൻ സാധിക്കുന്നു.
വരുമ്പോൾ, വലിയ പ്രശ്നങ്ങൾ പറഞ്ഞു വരുമ്പോൾ, സംസാരിക്കുമ്പോൾ, കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് പിണങ്ങി മാറുവാൻ നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കുടുംബജീവിതത്തിൽ എപ്രകാരം സ്നേഹം പ്രസരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്, പരസ്പരം സ്നേഹിക്കുവാൻ എപ്രകാരം നമുക്ക് സാധിക്കുന്നുണ്ട്. ഭാര്യയായി ജീവിക്കുമ്പോൾ, ഭർത്താവായി ജീവിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആരാണ് നമുക്ക് ഈ കുടുംബജീവിതം നൽകിയത്? ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്ക തുണയെ ഒരുക്കിക്കൊടുത്തു എന്ന് പറയുന്നു. പലപ്പോഴും നാം ഒക്കെ വെറുതെയെങ്കിലും പറയാറുണ്ട്, പണ്ട് ഒരുപാട് നല്ല ആലോചനകൾ വന്നതാണ്, അന്ന് ഒന്ന് മൂളിയിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ആകില്ലായിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ പറയുന്നത് ശരിയാണോ? തക്ക തുണയെ നമുക്ക് വേണ്ടി ഒരുക്കി തരുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ബൈബിളിൽ പറയുന്നത്. പലപ്പോഴും നാം വിചാരിക്കാറുണ്ട്, എൻ്റെ അതേ സ്വഭാവ ഗുണങ്ങൾ എൻ്റെ ഭാര്യയ്ക്കില്ലല്ലോ, എൻ്റെ അതേ സ്വഭാവ ഗുണങ്ങൾ എൻ്റെ ഭർത്താവിനില്ലല്ലോ എന്ന് നാം ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയല്ലാതെ വരുന്നത്? ഒരു ഭാര്യ, ഒരു ഭർത്താവെന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണതയാണ്. രണ്ടുപേരും കൂടെ ചേരുമ്പോൾ പൂർണ്ണതയാകുക എന്ന് പറഞ്ഞാൽ, എനിക്കുള്ളത് തന്നെ എൻ്റെ ഭർത്താവിനുമുണ്ടെങ്കിൽ, ഗുണഗണങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പൂർണ്ണതയാകുകയില്ല, ഭാര്യയ്ക്കുമാണെങ്കിൽ പൂർണ്ണതയാകുകയില്ല. എൻ്റെ കുറവുകളിൽ നിറവായി മാറുന്നതിനാണ് കുടുംബമായി നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. എനിക്കില്ലാത്ത ഗുണഗണങ്ങൾ എൻ്റെ ഭർത്താവിനുണ്ടാകുമ്പോൾ, എനിക്കില്ലാത്ത ഗുണഗണങ്ങൾ എൻ്റെ ഭാര്യയ്ക്കുണ്ടാകുമ്പോൾ അത് നിറവായി മാറുന്നു. അതിനുവേണ്ടിയാണ് രണ്ട് വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങളുള്ള നമ്മെ ഒന്നിച്ചു ചേർത്തിരിക്കുന്നത്. ഈ കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, തിരുവചനത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് പറയുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അതിനെ മുറിച്ച് മൂന്നായി കാണുവാൻ നമുക്ക് സാധ്യമല്ല. അത് മൂന്ന് ആളത്തമാണെങ്കിലും ഏകമാണ്. അതുപോലെ തന്നെ പുരുഷനും സ്ത്രീയും വിവാഹ ജീവിതത്തിൽ കൂടി ഒന്നായി മാറുമ്പോൾ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി മാറുന്നത് പോലെ തന്നെ മാനസികമായും ശാരീരികമായും ആത്മീകമായി ഒന്നായി മാറുന്ന വലിയ അനുഭവത്തിലേക്ക് എത്തിച്ചേരണം. അതത്ര ഈസിയായ കാര്യമൊന്നുമല്ല എന്ന് നമുക്കറിയാം. പരസ്പരം കണ്ട് നാം ഇഷ്ടപ്പെടുന്നു വിവാഹം ആലോചിക്കുമ്പോൾ. എന്നാൽ അതിനുശേഷം ഒന്നായി മാറുന്ന, ശാരീരികമായി ഒന്നായി മാറുന്ന വലിയ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നു. അതിനുശേഷം ആത്മീകമായി ഒന്നായി മാറുന്ന ഉന്നതമായ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കാം, ഒരുപക്ഷെ ഇവിടെയും ചില പ്രായമായ അപ്പച്ചനും അമ്മച്ചിമാരും ഉണ്ടായിരിക്കാം. ഒരേ കാര്യം തന്നെ അവർ പരസ്പരം കേൾക്കാതെ രണ്ടിടത്ത് വെച്ച് നാം അവരോട് ചോദിച്ചാൽ, വ്യത്യസ്തമായി, അതായത് രണ്ടു പേരോടും രണ്ടായി നമ്മൾ ഒരു കാര്യം തന്നെ ചോദിച്ചാൽ, പലപ്പോഴും ചില ആളുകളെങ്കിലും ഒരേ മറുപടി, ഒരേ ആശയമായിരിക്കും അവർ നമ്മളോട് പങ്കുവെക്കുന്നത്. ചിന്തകളിൽ പോലും ആലോചനകളിൽ പോലും ഒന്നായി മാറുന്ന വലിയ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ അവർക്ക് സാധിക്കുന്നു. കുടുംബജീവിതത്തിൽ നിന്ന് ദൈവം നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? മുറിച്ചു മാറ്റാനാകാത്ത വിധത്തിൽ പലതായിരുന്ന, ഡിഫറൻ്റ് ആയിരുന്ന രണ്ട് വ്യക്തികൾ ഒന്നായി മാറുമ്പോൾ, പല ഇടങ്ങളിലായിരുന്ന, പല ജീവിത സാഹചര്യത്തിലായിരുന്ന നാം ഓരോരുത്തരും ഒന്നായി മാറ്റപ്പെടുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിലേക്ക് ഒന്നായി മാറുന്ന, എന്ന് പറഞ്ഞാൽ മാത്രം ഉന്നതമായ അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതം എടുത്തു നോക്കുമ്പോൾ അത്രയധികം ഉന്നതമായ അവസ്ഥകളിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എവിടെയൊക്കെയാണ് ചിലപ്പോഴെങ്കിലും നമ്മൾ വീഴ്ചകൾ വന്നുപോയിരിക്കുന്നത്? വിവാഹത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം എവിടെയെങ്കിലും ചില വിടവുകൾ ഉണ്ടായിട്ടുണ്ടോ? കുടുംബ ഞായറായി നാം ഇന്ന് ആചരിക്കുമ്പോൾ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് എടുത്തു നോക്കണം. എത്രമാത്രം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ സ്നേഹത്തോടുകൂടി ജീവിക്കുവാൻ, സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ, കരുതലോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്.
നമ്മളുടെ വിവാഹ ജീവിതം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് കൊടുക്കലാണ്. നാം ഒക്കെ ചില വിശേഷ അവസരങ്ങളിൽ പലരും നമ്മെ ക്ഷണിക്കുമ്പോൾ ഗിഫ്റ്റുമായി പോകാറുണ്ട്. ഈ ഗിഫ്റ്റും കൊണ്ട് നമ്മൾ പോകുമ്പോൾ ഈ ഗിഫ്റ്റ് തിരികെ വീണ്ടും നമുക്ക് ലഭിക്കും, അല്ലെ ഇതിലും വലിയൊരു ഗിഫ്റ്റ് നമുക്ക് തരും അവർ എന്ന് വിചാരിച്ചാണോ നാം ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഒരിക്കലുമല്ല. നാം എന്നേക്കുമായി അവർക്ക് നൽകുകയാണ് ഈ ഗിഫ്റ്റ്. അത് തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയല്ല. അതുപോലെയാണ് വിവാഹ ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഭാര്യ ഭർത്താവിന് എന്നേക്കുമായി നൽകപ്പെടുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് എന്നേക്കുമായി നൽകപ്പെടുന്നു. അത്രമാത്രം ഉദാത്തമായ ഉന്നതമായ ഒരു ബന്ധമായി അത് മാറണം. എങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്രമാത്രം സ്നേഹത്തോടെയും സന്തോഷത്തോടുകൂടെയും ജീവിക്കുമ്പോൾ നമ്മളുടെ ഓരോ കുടുംബങ്ങളും സ്വർഗതുല്യമായി മാറ്റപ്പെടുമെന്ന്. നമ്മളുടെ റോളുകൾ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ നമ്മളുടെ കുടുംബങ്ങൾ സ്വർഗമായി മാറാറുണ്ട്. റോളെന്ന് പറയുമ്പോൾ നമ്മളുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മാത്രമല്ല, മക്കളുണ്ട്, മരുമക്കളുണ്ട്, അല്ലെങ്കിൽ അവിടെ മറ്റു പല ബന്ധുക്കളുമുണ്ട്. പലപ്പോഴും കുടുംബ ബന്ധങ്ങളിലെ ആണിക്കൽ ഇളകുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നാണ്. നമ്മളുടെ മക്കളെയൊക്കെ പ്രായമാകുമ്പോൾ 25-26 വയസ്സാകുമ്പോൾ നാം വിവാഹം കഴിപ്പിച്ച് അയക്കാറുണ്ട്. വിവാഹം കഴിപ്പിച്ച് നാം അയച്ചതിന് ശേഷം നാം എന്താണ് ചെയ്യുന്നത്? ചില അമ്മമാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ മകൻ ഇതുപോലെ നല്ല ഒരു മകനെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും, അവൻ കല്യാണം കഴിഞ്ഞു 2 പിള്ളേരുടെ അപ്പനായി, എങ്കിലും ഞാൻ എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കും. നാം വിവാഹം കഴിച്ച് അയക്കുമ്പോൾ നാം വീണ്ടും അവിടെ നിന്ന് ആ കീയിട്ട് തിരിച്ച് വണ്ടി ഓടിക്കാനാണോ നാം അങ്ങനെ അയക്കുന്നത്? അവരെ സെപ്പറേറ്റായി കുടുംബജീവിതത്തിലേക്ക് അയക്കുന്നത്? വിവാഹം കഴിപ്പിക്കുന്നതോടുകൂടി നമ്മളുടെ ഉത്തരവാദിത്വം അവിടെ തീർന്നു. അത് ആൺകുട്ടികളുടെ അമ്മമാർ മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്, ആൺകുട്ടികളുടെ അമ്മമാരായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ മക്കളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് പെൺമക്കളുടെ അമ്മമാരാണ് കൺട്രോൾ ചെയ്യുന്നത് കൂടുതൽ. പലപ്പോഴും പല കേസുകളും വരുന്നത് മാതാപിതാക്കൾ അമിതമായി അവരുടെ കുടുംബജീവിതത്തിൽ ഇടപെടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കല്യാണമൊക്കെ കഴിയുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ നമുക്കറിയാം ഹണിമൂണിന് പോകുന്ന ഒരു പരിപാടിയുണ്ട്. എന്തിനാണ് ഈ ഹണിമൂണിന് പോകുന്നത്? പരസ്പരം അവർ തമ്മിലൊന്ന് അടുക്കണം, ഒന്ന് ഉറയ്ക്കണം, ഒരു ഇൻറ്റിമസി ഉണ്ടാകണം. അപ്പോൾ ഈ ഇൻറ്റിമസി ഉണ്ടാകേണ്ടുന്ന സാഹചര്യത്തിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അമ്മമാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഭാര്യയ്ക്കും ഭർത്താവിനും സംസാരിക്കാൻ പോലും സമയം കിട്ടാതെ വരികയാണെങ്കിൽ, നാം ഒന്ന് ഓർത്തു നോക്കിക്കേ, എങ്ങനെ ഇൻറ്റിമസി ഉണ്ടാകും? ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ അടുത്ത് വരുന്ന കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതിൽ CSIക്കാരുമുണ്ട്, മർത്തോമക്കാരുമുണ്ട്, ഹിന്ദുക്കളുമുണ്ട്. അപ്പോൾ നാം ചിന്തിക്കണം, കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും മാത്രമല്ല, ആ കുടുംബത്തിലൊരു എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്. അവിടെ പല ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെ എല്ലാം ശരിയായ വിധത്തിൽ മാനേജ് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ നമുക്കുണ്ട്. അനാവശ്യമായി മക്കളുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യം നമുക്കില്ല. എന്നാൽ അവർ നമ്മളോട് അഭിപ്രായം ചോദിച്ചാൽ തീർച്ചയായും നമ്മളുടെ അഭിപ്രായം പറയുവാൻ നമുക്ക് സാധിക്കും. പല മാതാപിതാക്കളും പറയുന്ന കാര്യം, അവർക്കറിയില്ല, അവർ കുട്ടികളാണ്, അവർ തെറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ തെറ്റായി പോകും അവർ ചെയ്യുന്ന കാര്യങ്ങൾ. നാമും അങ്ങനെ തന്നെയല്ലേ വളർന്നു വന്നത്? എത്രയോ പ്രാവശ്യം തെറ്റുകൾ പറ്റിയിട്ടാണ് ശരിയായി കാര്യങ്ങളെ ചെയ്യുവാൻ നാം പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ മാതൃകയുള്ള ഒരമ്മയായി മാറണമെങ്കിൽ, മാതൃകയുള്ള ഒരപ്പനായി മാറണമെങ്കിൽ, യേശുവിൻ്റെ കുടുംബത്തിലെ അനുഭവം പോലെ, യേശുവിൻ്റെ കുടുംബത്തിലെ പിതാവിനെ പോലെ, യേശുവിൻ്റെ കുടുംബത്തിലെ മാതാവിനെ പോലെ നാമും ആയിത്തീരേണ്ടുന്നത് ആവശ്യമല്ലേ?
ഇവിടെ മറിയയുടെ ശ്രേഷ്ഠത, മദർ ഫാക്ടേഴ്സ് അവസാനിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയുണ്ട്. മറിയയെ സംബന്ധിച്ച് മകനെ മനസ്സിലാക്കിയ ഒരമ്മയായിരുന്നു മറിയ. എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മകനെ മനസ്സിലാക്കിയ അമ്മയായിരുന്നു മറിയയെന്ന്? നമുക്കറിയാം, കാനാവിലെ കല്യാണത്തിന് മുമ്പ് ഒരിക്കലും യേശു ഒരത്ഭുതവും ചെയ്യുന്നില്ല. എന്നാൽ കാനാവിലെ കല്യാണത്തിന് മറിയ അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവിൻ. തൻ്റെ മകന് അതിനു മുമ്പ് ഒരത്ഭുതവും ചെയ്ത് താൻ കണ്ടിട്ടില്ലെങ്കിലും അവിടെ തൻ്റെ മകനെ കൊണ്ട് ചിലത് ചെയ്യുവാൻ സാധിക്കുമെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരമ്മ എന്നുള്ള നിലയിൽ എത്രമാത്രം വലിയ റോളാണ് നാം കൈകാര്യം ചെയ്യുന്നത്. എത്രമാത്രം നമ്മളുടെ മക്കളെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ട് ജീവിക്കുന്നതെന്ന് പറയാറുണ്ട്. നമ്മൾ ചോദിക്കും, അവർക്ക് എന്ത് സ്ട്രെസ്സാണുള്ളത്? നമ്മൾ അനുഭവിക്കുന്ന വിധത്തിലുള്ള സ്ട്രെസ്സല്ല കുഞ്ഞുങ്ങളുടെ സ്ട്രെസ്സ്. അവരുടെ പഠനപരമായിട്ടും പഠിക്കുവാൻ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും തന്നെ ഇച്ചിരി ഒരു മടിയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. ജീവിത സാഹചര്യങ്ങളിലുള്ള, അതായത് സ്കൂളും അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള സ്ട്രെസ് ഉണ്ട്. അങ്ങനെ പലതരത്തിൽ അവർക്ക് സ്ട്രെസ്സുകൾ കാണാം. അപ്പോൾ ഏത് കാര്യവും നമ്മളോട് അവർ വന്ന് ഓപ്പണായി സംസാരിക്കണമെങ്കിൽ നാമും അതുപോലെ ആയിരിക്കണം. നമ്മളുടെ മക്കളോട് എന്ത് കാര്യവും തുറന്ന് സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം. ചില കാര്യങ്ങൾ ആരാധനാ മധ്യത്തിലായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും വിവരിച്ച് പറയുന്നില്ല. ചില കാര്യങ്ങൾ നാം നമ്മളുടെ മക്കളോട് ഒളിച്ചു വെക്കാറുണ്ട്, പറയാറില്ല, ചില ബയോളജിക്കൽ കാര്യങ്ങൾ. എന്നാൽ ക്യൂരിയോസിറ്റിയുള്ള ടീനേജിൽ കാര്യങ്ങൾ അറിയുവാൻ കുട്ടികൾ എന്തു ചെയ്യും? അവരുടെ തന്നെ ഫ്രണ്ട്സിനെ ആശ്രയിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിനെ ആശ്രയിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ അവർ മറ്റുള്ള പല ആളുകളിൽ നിന്ന് അവർ വിവരങ്ങൾ ശേഖരിക്കുവാൻ ശ്രമിക്കും. കൂടുതലും ഇന്ന് ഫോണ്, ലാപ്ടോപ്പ് ഇങ്ങനെയൊക്കെയാണ്, ഓൺലൈനിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ ഇവർക്ക് കിട്ടുന്ന വിവരങ്ങൾ ശരിയായ വിവരങ്ങളായിരിക്കുമോ? നമുക്കറിയാം, നാം തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സെർച്ച് ചെയ്താൽ ഒരേ കാര്യത്തെക്കുറിച്ച് എത്ര വിധത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് നാം കണ്ടുപിടിക്കണം ഇതിലേതാണ് കറക്റ്റായിട്ടുള്ളതെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന വിവരം, ഈ വിധത്തിൽ കിട്ടുന്ന വിവരങ്ങളും കറക്റ്റായി മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും അവർക്ക് സാധിക്കുമോ? മറ്റൊന്ന്, അവരവരുടെ ഫ്രണ്ട്സിനോട് വിവരങ്ങൾ ചോദിക്കുമ്പോൾ അതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ എങ്ങനെയുള്ള വിവരമായിരിക്കും അവർക്ക് നൽകുന്നത്? അവരുടെ സെയിം ഏജിലുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ആ വിധത്തിലുള്ള അറിവുകൾ മാത്രമേ അവർക്കുണ്ടാകുകയുള്ളൂ. ഇന്ന് ലോകം മാറിയിരിക്കുന്ന കാലഘട്ടമാണ്. എപ്പോഴും ഈ ലോകത്തിന് മാറ്റങ്ങളുണ്ടെങ്കിലും ഒരു 10 വർഷത്തിനുള്ളിൽ വന്ന മാറ്റം അതിഭീകരമാണ്. ഇന്ന് നമ്മളുടെ കോളേജുകളിലും സ്കൂളുകളിലുമുള്ള കുഞ്ഞുങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നാം ഒന്ന് അന്വേഷിച്ചാൽ, അതിൻ്റെ ഡെപ്തിലേക്ക് നാം ഒന്ന് പോയാൽ, ഒരിക്കലും നമുക്ക് ചിന്തിക്കുവാൻ പറ്റാത്ത വിധത്തിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഒരുപക്ഷെ സ്കൂളിലെ അധ്യാപകർക്കോ പേരൻസിനോ അത് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അത് തെറ്റാണെന്നുള്ള തോന്നൽ അവർക്കുള്ളത് കൊണ്ട് അവർ അത് ഷെയർ ചെയ്യാറില്ല. എന്നാൽ കുറച്ചും കൂടെ നാം അടുപ്പത്തോടുകൂടി അവരോട് ഇടപെടുമ്പോൾ, ഞങ്ങളെപ്പോലെയുള്ളവർ അവരോട് സംസാരിക്കുമ്പോൾ, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ 79 മോഡലോ അല്ലെങ്കിൽ 50 മോഡലോ 45 മോഡൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളുവാനായി സാധ്യമല്ല. 80-85 പോലും ഇന്നത്തെ ജനറേഷൻ്റെ രീതികൾ ഇഷ്ടപ്പെടുവാൻ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുവാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നു. ഞാൻ കുറ്റമായി പറഞ്ഞതല്ല, എന്ന് പറഞ്ഞാൽ ആ ജനറേഷൻ ഗ്യാപ്പ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് വന്ന മാറ്റങ്ങളെ മനസ്സിലാക്കുവാൻ പലപ്പോഴും മാതാപിതാക്കൾക്ക് കഴിയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നമ്മളുടെ മക്കളെ മനസ്സിലാക്കണമെങ്കിൽ
നാം അവരോട് ഓപ്പണായി സംസാരിക്കുകയും അത്രയധികം ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ഇന്നത്തെ യങ്സ്റ്റേഴ്സ്, ഞാൻ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് വരുന്ന കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും ഇന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ടീനേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വിചാരിക്കും. എന്നാൽ ഇന്ന് ഇത്രമാത്രം ചേഞ്ചസ് ഉണ്ടെങ്കിൽ, ഞാൻ എല്ലാം ചില കാര്യങ്ങൾ മൂടിപ്പൊതിഞ്ഞ് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാകുന്നില്ലായിരിക്കാം. അതായത് നമ്മളുടെ വാല്യൂ സിസ്റ്റം എന്ന് നമ്മൾ കരുതുന്ന ചില കാര്യങ്ങളുണ്ട്, അതുപോലും ഇന്നത്തെ യങ് ജനറേഷനിൽ മാറ്റപ്പെട്ടു കഴിഞ്ഞു. എല്ലാവരിലുമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ആ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ 10-20 വർഷം കഴിയുമ്പോൾ വരുന്ന മാറ്റം എത്ര വലിയതായിരിക്കും. അതിനെ മനസ്സിലാക്കുവാൻ ഇന്നത്തെ യങ് ജനറേഷന് അന്ന് സാധിക്കുമോ എന്നാണ് ഞാൻ അവരോട് ചോദിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പഴയ കാലഘട്ടത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം റെസ്പെക്റ്റ്ഫുൾ ആയിരുന്നു. എന്നാൽ ഇന്ന് അതിന് മാറ്റം സംഭവിക്കേണ്ടത് ആവശ്യമാണ്. റെസ്പെക്റ്റോടുകൂടി തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുവാൻ നമ്മെ കൊണ്ട് സാധിക്കണം. നമ്മളുടെ മക്കൾ ചെറുപ്പമാകുന്നു, അവർക്ക് മുതിർന്ന നമ്മളുടെ പ്രായത്തിലേക്ക് എത്തുവാൻ വളരെയധികം ദൂരമുണ്ടിനിയും. എന്നാൽ നമ്മൾ ആ പ്രായം കഴിഞ്ഞു പോയവരാണ്. ആ പ്രായത്തിലേക്ക് നമുക്ക് തിരിച്ചു വരുവാൻ, നമ്മുടെ ആ കാലഘട്ടം ഓർത്തെടുക്കുവാനും, അന്ന് നമുക്കുണ്ടായിരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ചിന്തകളിൽ, ആലോചനകളിൽ, വികാരങ്ങളിൽ വരുന്നതെന്ന് മനസ്സിലാക്കുവാൻ, പുറകിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നാം പുറകിലേക്ക് വരുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളുമായി ഓപ്പണായി സംസാരിക്കുവാൻ, ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുവാൻ തീർച്ചയായും നമ്മെ കൊണ്ട് സാധിക്കും. അങ്ങനെ ഒരു ബന്ധം ബിൽഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളുടെ കുഞ്ഞുങ്ങൾ ഏത് പ്രശ്നങ്ങളിൽ പെട്ടുപോയാലും, പ്രശ്നങ്ങളിൽ പെടില്ല എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം ഈ ലോകത്തിലാണ് അവർ ജീവിക്കുന്നത്. ഈ ലോകത്തിനെ മാറ്റിയിട്ട് എല്ലാം നല്ല ഒരു ലോകത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തുവാൻ സാധ്യമല്ല. എല്ലാമുള്ള ഈ ലോകത്തിൽ തന്നെ ജീവിച്ചേ മതിയാകൂ. അങ്ങനെയുള്ള ലോകത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുവാനാണ് നമ്മെ കൊണ്ട് സാധിക്കുന്നത്. അങ്ങനെ നാം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ, നമ്മോടവർ എല്ലാം ഓപ്പണായി ഷെയർ ചെയ്യണമെങ്കിൽ ഒരു ട്രസ്റ്റ് അവർക്ക് നമ്മളിൽ ഉണ്ടായിരിക്കണം. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ കൂടെയുണ്ട് എന്നൊരു ബോധ്യമുണ്ടാകുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് എല്ലാ കാര്യങ്ങളും ഓപ്പണായി ഷെയർ ചെയ്യും. അത്രമാത്രം ആഴത്തിലുള്ള ഒരു ബന്ധം, സുദൃഢമായ ഒരു ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുണ്ടാകണം. അത് ചെറുപ്പം മാത്രമല്ല, ഏതളവിലും. കാരണം നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബമാണ്, നമ്മളുടെ അപ്പനാണ്, നമ്മളുടെ അമ്മയാണ്. ഈ ലോകത്തിൽ നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ കുഞ്ഞുങ്ങളോട് ഇപ്പോൾ ചോദിച്ചാൽ അവർക്കത് പറയുവാൻ ചിലപ്പോൾ കഴിഞ്ഞുവെന്ന് വരില്ല. പല ഉത്തരങ്ങളും കേൾക്കാം. എന്നാൽ കുറച്ച് മുതിർന്ന ആളുകളോട് ചോദിച്ചാൽ, മാതാപിതാക്കളായ നമ്മോട് ചോദിച്ചാൽ, നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? നിങ്ങളുടെ മാതാവും പിതാവുമാണ് ഈ ലോകത്തിൽ നിങ്ങളെ ഏറ്റവും സ്നേഹിച്ചതെന്ന് പറയും. മാതാവും പിതാവും ഇല്ലാതാകെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, ആരുമില്ലാത്ത ഒറ്റപ്പെട്ട ഫീലിങ്സ് എത്ര മാത്രമാണ് നമുക്കുണ്ടാകുന്നത്. ചില സമയങ്ങളിലെങ്കിലും നാം ആലോചിച്ചു പോകാറില്ലേ, മാതാവോ പിതാവോ ഉണ്ടായിരുന്നുവെങ്കിലെന്ന്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം നമുക്ക് ട്രസ്റ്റ് വർത്തിയായ ഒരു ബന്ധമാണത്. അപ്പോൾ അങ്ങനെ തൻ്റെ മകനെ മനസ്സിലാക്കുന്ന ഒരമ്മയായിരുന്നു മറിയ. നമ്മളുടെ ജീവിതത്തിലും മകനെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുന്ന ഒരമ്മയായി മാറുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? കുടുംബജീവിതത്തിൽ പിതാവിന് മാത്രമല്ല റോളുകളുള്ളത്, മാതാവിനുമുണ്ട്. നാം ഓരോരുത്തരും നമ്മളുടേതായ റോളുകൾ ഭംഗിയായി നിർവഹിക്കുമ്പോൾ മാത്രമേ ചങ്ങലയിലെ കണ്ണികളെല്ലാം സ്ട്രോങ് ആയിരിക്കുകയുള്ളൂ, ചങ്ങലയ്ക്ക് ബലമുണ്ടാകുകയുള്ളൂ. ഈ കുടുംബത്തിൽ മാതാവും പിതാവും മാത്രമല്ല, അവിടെ മക്കളും ഉണ്ടായിരുന്നു. അവിടെ ഒരു യേശു കുഞ്ഞുണ്ടായിരുന്നു.
ഒരു മകനായിരുന്നു യേശു. എപ്രകാരമാണ് യേശു ആ കുടുംബത്തിൽ ഒരു മകനായി ജീവിച്ചത്? ഒരു ഒബീഡിയന്റ് സണ്ണായി യേശുവിനെ കാണുവാൻ സാധിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 2:40 വായിക്കുമ്പോൾ, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഒരു പൈതലിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളുമുള്ള ഒരു പൈതലായിരുന്നു യേശു കുഞ്ഞ്. അതുകൊണ്ട് തന്നെ ദൈവകൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2:51 നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു എന്നും നാം വായിച്ചു കേൾക്കുന്നുണ്ട്. ദേവാലയത്തിൽ പോയി അവിടെ വെച്ച് മാതാപിതാക്കൾ തിരികെ പോന്നപ്പോൾ യേശുവിൻ കുഞ്ഞിനെ കാണുവാനില്ല. അവർ മടങ്ങിച്ചെന്നപ്പോൾ അവിടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു യേശു. അതിനർത്ഥം എന്താണ്? തൻ്റെ പിതാവിൻ്റെ വാസസ്ഥലമല്ല, തൻ്റെ പിതാവിൻ്റെ സ്ഥലമാണ് ദേവാലയമെന്നും താൻ ദൈവ പൈതലാണെന്നും എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയുന്ന യേശു, തൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് താൻ ദൈവപുത്രനാണെന്നും എല്ലാം വളരെ വ്യക്തമായി അറിയുന്ന യേശു. എന്നാൽ ലോകപ്രകാരമുള്ള മാതാപിതാക്കളാണ് ഇവർ, ജോസഫും മറിയയും എന്ന് തിരിച്ചറിയുന്ന യേശു അവർക്ക് കീഴടങ്ങിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. മക്കൾ എപ്രകാരമായിരിക്കണം നമ്മളുടെ കുടുംബങ്ങളിൽ? മാതാപിതാക്കൾക്ക് മാത്രമല്ല റോളുള്ളത്, മക്കൾക്കുമുണ്ട് കുടുംബത്തിൽ ചില റോളുകൾ. അപ്പനെയും അമ്മയെയും മനസ്സിലാക്കുന്ന മക്കൾ. നാം സുവിശേഷ വേദഭാഗത്ത് വായിച്ചു കേട്ടല്ലോ, അവിടെ 2 മക്കളെ കാണുന്നു. ഒരു മകൻ തൻ്റെ ഭാഗമൊക്കെ ചോദിച്ച് പിതാവിൽ നിന്ന് അകന്ന് പോകുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അവൻ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം, തൻ്റെ പിതാവിൻ്റെ സ്വത്തിൽ തൻ്റെ മേൽവിലാസം ഉണ്ടാകുമ്പോൾ ഞാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു, അല്ലെ ഞാൻ വലിയൊരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ പിതാവിൻ്റെ നിയന്ത്രണത്തിൽ ഇവിടെ നിന്നാൽ എൻ്റെ ഇഷ്ടങ്ങളൊന്നും സാധ്യമല്ല എന്ന് മനസ്സിലാക്കുന്ന ആ മകൻ അവകാശവും വാങ്ങി ദൂരദേശത്തേക്ക് പോകുന്നതായി കാണുവാൻ സാധിക്കുന്നു. എപ്രകാരം പ്രൊട്ടക്ഷൻ ലഭിച്ചിരുന്ന ഒരു ഭവനത്തിൽ നിന്നാണ് ഈ മകൻ യാത്രയാകുന്നത്. അങ്ങനെ അനുഭവിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനുഭവിച്ച് സ്വത്തും സമ്പാദ്യവുമെല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരാലും ഒറ്റപ്പെട്ട് തിരികെ വരുന്ന ഒരു മകനെ അവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അവൻ ലോകപ്രകാരം പോയി എങ്കിലും എന്തുകൊണ്ട് ഈ മകൻ തിരികെ വന്നു? എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന ഒരപ്പൻ എൻ്റെ കുടുംബത്തിലുണ്ടെന്ന ബോധ്യം അവനുള്ളത് കൊണ്ടല്ലേ അവൻ മടങ്ങി വന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ അമ്മ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു, എത്രമാത്രം നിങ്ങളെ കരുതുന്നു? അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നഷ്ടപ്പെട്ടവനായിരുന്നുവെങ്കിലും അവന് തിരികെ വരുവാൻ തോന്നിയത് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ തോന്നലുള്ളത് കൊണ്ടാണ്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന ഒരപ്പനും അമ്മയുമുണ്ട്. ചിലപ്പോഴെങ്കിലും കുഞ്ഞുങ്ങളോട് മാതാപിതാക്കൾ പല നോകളും പറയാറുണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചിലപ്പോഴെങ്കിലും അവർ നിൽക്കാറില്ലായിരിക്കാം. എന്നാൽ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എന്തുകൊണ്ടാണ് അവർ ഈ നോ പറഞ്ഞത്? നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യവും സങ്കടവും ഒക്കെ വരാറുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളെ അവർ നോ പറയുമ്പോൾ. എന്നാൽ ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് എൻ്റെ ഡാഡി എന്നോട് നോ പറഞ്ഞത്? എന്തുകൊണ്ടാണ് എൻ്റെ മമ്മി എന്നോട് നോ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലാകും. അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അവർക്കറിയാം ഇതിന് പിന്നാലെ വരുന്ന അപകടങ്ങൾ എത്ര വലുതാണ്. നിങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട്. കാരണം അവരും നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ അതേ പ്രായത്തിൽ കൂടി യാത്ര ചെയ്തു പോയവരാണ്.
അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകും എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന്. മാതാപിതാക്കളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന മക്കളായി മാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ മറ്റൊരു മകനുണ്ട്. ഈ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ട മൂത്ത മകനെ കുറിച്ച് നാം വായിച്ചു കേട്ടു. എപ്രകാരമുള്ള മകനായിരുന്നു? എല്ലായ്പ്പോഴും അപ്പനോട് കൂടെയുള്ള മകൻ, എല്ലാ സമയങ്ങളിലും അപ്പൻ്റെ ഇഷ്ടത്തിനൊപ്പം പ്രവർത്തിച്ച മകൻ. പക്ഷേ ആ മകന് അപ്പനെ മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല. ചില പൊയ്മുഖങ്ങൾ വെച്ച് പെരുമാറുന്ന ചില അവസ്ഥകൾ മനുഷ്യ ജീവിതത്തിലില്ലേ? ഇവിടെ ഈ മകൻ അപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും അപ്പൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ ഒരു മകനായിരുന്നു മൂത്തപുത്രൻ. ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ കുടുംബത്തിനുള്ളിലുള്ളവൻ ധൂർത്തപുത്രനായി മാറ്റപ്പെടുന്ന ഒരവസ്ഥ. ഒന്നും നഷ്ടപ്പെടുത്തിയല്ല അവിടെ ധൂർത്തപുത്രനായി മാറ്റപ്പെടുന്നത്. തൻ്റെ അപ്പൻ്റെ സ്നേഹം, അതിൻ്റെ വിലയറിയാതെ അതിനെ ധൂർത്തായി മാറ്റുന്ന, അല്ലെങ്കിൽ അതിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു മകനെയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. എത്ര വർഷം നമ്മോട് കൂടെ ആയിരുന്നാലും, എത്ര വർഷം നാം ഒരു വീട്ടിൽ താമസിച്ചാലും, ഒരേ ബെഡിൽ കിടന്നുറങ്ങിയാലും പരസ്പരം ഹൃദയത്തെ അറിയുവാൻ നമുക്ക് സാധിക്കണം. അത് മാതാവും പിതാവുമാണെങ്കിലും, ഭാര്യയും ഭർത്താവുമാണെങ്കിലും, മക്കളും അപ്പനും അമ്മയും തമ്മിലാണെങ്കിലും പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ബന്ധങ്ങൾ. ഇവിടെ യേശു കുഞ്ഞിനെ സംബന്ധിച്ച് അനുസരണമുള്ളവനായിരുന്നു. ലോകപ്രകാരമുള്ള അനുസരണം മാത്രമാണോ യേശു കുഞ്ഞ് കാണിക്കുന്നത്, അല്ലെങ്കിൽ യേശു കാണിക്കുന്നത്? അല്ല, പിതാവിനോടും അനുസരണമുള്ളവനായിരുന്നു യേശു. എങ്ങനെയാണെന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു. എങ്ങനെയാണ്? തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശോളം അനുസരണമുള്ളവനായി മാറുന്ന യേശുവിനെ കാണുവാൻ സാധിക്കുന്നു. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ തിരുവചനം മുഴുവൻ നോക്കിയാലും, ലോകത്തിലേക്ക് നോക്കിയാലും ഇത്രയും വലിയ ഒരനുസരണം കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? തൻ്റെ ജീവനെ ക്രൂശിലേക്ക് നൽകുന്ന അനുസരണമുള്ള പുത്രൻ യേശു ക്രിസ്തുവും. ആ ഒരു അനുസരണത്തെ നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നാം ഒന്ന് ആലോചിച്ചു നോക്കുക, എപ്രകാരമാണ് ഒരു കുടുംബ അംഗമെന്ന നിലയിൽ എൻ്റെ ജീവിതം മുൻപോട്ട് പോകുന്നത്? ഇന്ന് പല കുടുംബ ബന്ധങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ കുടുംബ ബന്ധങ്ങളിൽ ആ ചങ്ങലകൾക്ക് വിള്ളൽ വീണിട്ടില്ലേ? ബന്ധങ്ങളിലെ നൈർമല്യവും സുസ്ഥിരതയും പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നില്ലേ? അതിന് വലിയ ഒരു കാരണക്കാരനാണ് ഇന്ന് പലപ്പോഴും ഫോണുകൾ. നാം കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ അധികം സമയം ഫോണിൽ ഇരിക്കരുതെന്ന് പറയാറുണ്ട്. പലപ്പോഴും ഞാൻ കാണുന്നൊരു കാഴ്ചയുണ്ട്, കുഞ്ഞുങ്ങൾ ഫോൺ അഡിക്റ്റ് ആണെന്ന് പറഞ്ഞു വരുന്ന മാതാപിതാക്കൾ നാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അറിയാതെ ഫോണിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ. നമ്മളുടെ ബന്ധങ്ങൾ സുസ്ഥിരമാണോ? നാം ക്വാളിറ്റി ടൈം നൽകുന്നവരായി മാറുന്നുണ്ടോ? നമ്മളുടെ ബന്ധങ്ങൾ സുസ്ഥിരമാകണമെങ്കിൽ തീർച്ചയായും ക്വാളിറ്റി ടൈം നമ്മളുടെ കുടുംബ അംഗങ്ങളിലുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കണം. മറ്റു പലതും ജോലിയാണെങ്കിലും ജോലിയുടെ ബിസിയും ഒക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ ഏറ്റവും ഭംഗിയായി പോകണമെങ്കിൽ അർഹിക്കുന്ന വിധത്തിലുള്ള പരിഗണന കുടുംബ അംഗങ്ങൾക്ക്, കുടുംബ ബന്ധങ്ങൾക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഭാര്യയെ കേൾക്കുവാൻ ഭർത്താവിനും, ഭർത്താവിനെ കേൾക്കുവാൻ ഭാര്യയ്ക്കും, കുഞ്ഞുങ്ങളെ കേൾക്കുവാൻ മാതാപിതാക്കൾക്കും സമയമില്ലായ്മ പലപ്പോഴും കാരണമായി തീരുന്നു. നമ്മളുടെ സമയമില്ലായ്മയിലാണ് പലപ്പോഴും പലരും കുഞ്ഞുങ്ങളുടെ ഇടങ്ങളിലാണെങ്കിലും സൗഹൃദം സ്ഥാപിക്കാൻ കടന്നു വരുന്നത്. വാട്ട് ഈസ് അവർ പ്രയോറിറ്റി? നമ്മളുടെ പ്രയോറിറ്റി എന്താണ്?
നാം കുടുംബത്തിന് വേണ്ടി ഓടുമ്പോൾ, അവർക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ, കുടുംബത്തിന് കൊടുക്കേണ്ടുന്ന പ്രയോറിറ്റി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം പ്രയോറിറ്റി നമ്മളുടെ കുടുംബങ്ങൾക്ക് നൽകുമ്പോൾ നമ്മളുടെ കുടുംബങ്ങളും സ്വർഗങ്ങളായി മാറും. യേശുവിൻ്റെ കുടുംബത്തെ പോലെ നീതിമാനായ ഒരപ്പനായി മാറുമ്പോൾ, സംരക്ഷകനായ ഒരപ്പനായി മാറുമ്പോൾ, അനുസരണമുള്ള ഒരപ്പനായി മാറുമ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരമ്മയായി മാറുമ്പോൾ, ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരമ്മയായി മാറുമ്പോൾ, തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന, ഭർത്താവിനെ, മക്കളെ സ്നേഹിക്കുന്ന ഒരമ്മയായി മാറുമ്പോൾ, തൻ്റെ മക്കളെ മനസ്സിലാക്കുന്ന ഒരമ്മയായി മാറുമ്പോൾ, അനുസരണമുള്ള മകനായി മാറുമ്പോൾ, അനുസരണമുള്ള മകളായി മാറുമ്പോൾ, എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും വേദന എന്താണെന്ന് തിരിച്ചറിയുന്ന, അവരെ മനസ്സിലാക്കുന്ന, അവരെ സ്നേഹിക്കുന്ന ഒരപ്പനും അമ്മയായി മാറുമ്പോൾ, ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചോർത്തോട്ടെ. അപ്പനെയും അമ്മയെയും മനസ്സിലാക്കുന്ന മക്കളെന്ന് പറയുമ്പോൾ ടീനേജിലുള്ളവർ മാത്രമല്ല. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരു ഒറ്റ വസ്തുത, പ്രായമായവർ അനുഭവിക്കുന്ന ലോൺലിനെസ്. ഒരുപക്ഷെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ടായിരിക്കാം, പക്ഷേ അവരുടെ ലോകത്തിലേക്ക് എത്തി നോക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. അവർക്കെന്താണ് ആവശ്യം? അവരുടെ ഹൃദയത്തിൽ അല്പസമയം സന്തോഷം ലഭിക്കുവാൻ, അവരോടൊന്ന് സംസാരിക്കുവാൻ, അവരുടെ ഇഷ്ടങ്ങളെ തിരിച്ചറിയുവാൻ ചിലപ്പോഴും സാധിക്കാതെ വരും. മകനോ മകളോ എന്ന് പറയുമ്പോൾ കുഞ്ഞുകുട്ടികൾ മാത്രമല്ല, എത്ര പ്രായമായ അപ്പനും അമ്മയ്ക്കും അവരുടെ മക്കൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സ്നേഹമുള്ള, അനുസരണമുള്ള, പരസ്പരം മനസ്സിലാക്കുന്ന മക്കളായി മാറുവാൻ നമുക്ക് സാധിക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി മാറിയതുപോലെ കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം ഒന്നായി മാറി ഏറ്റവും മനോഹരമായ കുടുംബജീവിതം സൃഷ്ടിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമീൻ.